നിൽക്കാതുള്ള മഴയാണ്. 1-2 ആഴ്ചയായി മഴ നിൽക്കുന്നേ ഇല്ല. ഏതെങ്കിലും മലയുടെ മുകളിലൂടെയൊക്കെ പോയിട്ട് നല്ല ഫുൾ ഡേ ക്യാമ്പൊക്കെ അടിക്കണമെന്ന് വിചാരിച്ചതാണ്. ഒരു രക്ഷയില്ല. റെഡ് അലർട്ട് വന്നില്ല, ബാക്കിയെല്ലാം വന്നു. നല്ല മഴയുണ്ട്, കാറ്റുമുണ്ട്, ഇടിവെട്ടലുമുണ്ട്. ഇടിവെട്ടൽ സാധാരണ മഴ തുടങ്ങുമ്പോഴല്ലേ. ഇപ്പോഴ് മഴ പകുതിയായപ്പോഴാണ് നല്ല ഇടിവെട്ടും കാറ്റും. അതേപോലെ തന്നെ തോടും പുഴയെല്ലാം വെള്ളപ്പൊക്കമാണ്. ക്ലൈമറ്റ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഏതെങ്കിലും മലയുടെ മുകളിൽ പോയിട്ട് ഒരു ഫുൾ ഡേ ക്യാമ്പൊക്കെ അടിക്കാം. ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു ചെറിയ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിച്ച് രാത്രി ആകുമ്പോഴൊക്കെ വീട്ടിൽ പോവാം. നൈറ്റൊന്നും എവിടെയും സ്റ്റേ ചെയ്യുന്ന അത്ര സേഫ്റ്റി ഇല്ല. ഇപ്പോൾ നല്ല മഴയാണ്. മഴയോട് മഴ. നമ്മളൊരു മലയുടെ മുകളിലാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഭയങ്കര കുഴിയാണ്. മഴയൊന്നും തോരാതെ നമ്മൾക്ക് പുറത്തോട്ട് ഇറങ്ങാനും വയ്യ. ഇതാണ് ചെറിയൊരു ടാർപ്പാണ്. പകുതി വണ്ടിയിലുണ്ട്, വണ്ടിയുടെ മുകളിലുണ്ട്, പകുതി പുറത്തോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഞാനിപ്പം ഇതിന്റെ പോൾസ് ഒന്നും എടുത്തിട്ടില്ല. 2 മരമുണ്ട്, റബ്ബർ മരമുണ്ട്. 2 റബ്ബർ മരത്തിലോട്ട് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. നല്ല ഇടിമുഴക്കമുണ്ട്. സമയം 4 മണിയാണ്. നമ്മൾക്കൊരു കാപ്പിയും വെച്ച് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഈ അരിഞ്ഞ് വെച്ചിരുന്ന സംഭവമൊക്കെ ഇടാം. ഉപ്പുമുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. വെള്ളക്കടലയും മുളകും ഉണ്ട്, ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കുഞ്ഞൻ ക്യാമ്പർ. ഈ ടാർപ്പാണ്. ഈ ടാർപ്പിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത സംഭവമാണ്. ഒരു 100 രൂപ 200 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോൾസ് അടക്കം കൂടി സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഈ വള്ളികളൊക്കെ വേറൊരു ടാർപ്പിൻ്റെയാണ്. ഡെക്കാത്തലോണ്ട് വേറൊരു ടാർപ്പുണ്ട്, അതിൻ്റെയാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഉള്ളിൽ കുക്ക് ചെയ്യേണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തോട്ട് വലിച്ചു കെട്ടുക, ഡോർ ഓപ്പൺ ചെയ്യുക, ഉള്ളിലിരുന്ന് കുക്ക് ചെയ്യുക, പുറത്തെ കാഴ്ചകളൊക്കെ കാണുക, സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങുക. വലിയ ടാർപ്പാണെങ്കിൽ പുറത്തോട്ട് വലിച്ചു കിട്ടിയതിന് ശേഷം സുഖമായിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾക്ക് ക്യാമ്പർ വാൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്താണ് പറയുന്നത്, സീറ്റ് മടക്കുക, അതിൻ്റെ ഉള്ളിൽ കിടക്കുക, ബാക്കിയുള്ള പരിപാടികളൊക്കെ വെളിയിൽ ചെയ്യുക, കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അവിടെ കുറച്ചും കൂടി നല്ല സ്ഥലമായിരുന്നു, കുറച്ചും കൂടി വീതിയുണ്ട്. അവിടെ വണ്ടി സെൻറ്ററിലോട്ട് വെച്ചതിന് ശേഷം തീ കയറ്റി അവിടെ തന്നെ കൂടാം. ഇവിടെയൊന്നും പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. റബ്ബർ തോട്ടമാണ്, നല്ല കൊതുവുണ്ട്. ഇവിടെ ഒരു മാവുണ്ട്, മാവ് നിറച്ച് മാങ്ങയുണ്ട്. ഈ ശാന്തമായിട്ട് നിൽക്കുന്ന മഴ എപ്പോഴാണ് കൊടുങ്കാറ്റായിട്ടും അതിൽ ആലിപ്പഴം വീഴുന്ന മഴയായിട്ടും വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കാപ്പി എന്തായിന്ന് പോയി നോക്കാം. നമ്മുടെ ഉപ്പുമാവും കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി.
അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് നമുക്ക് ഇവിടെ മതിയാക്കാം. നമ്മളൊരു കട്ടണൊക്കെ വെച്ച് കുടിച്ചു, അതേപോലെ തന്നെ ഒരു ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. നമുക്ക് ക്ലൈമറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നൈറ്റൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ പോകുമ്പോൾ ഇനി വഴിക്കൊക്കെ എന്തെങ്കിലും മരമൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ വെട്ടിമാറ്റേണ്ടതായിട്ട് വരും. വേറെ വണ്ടികളൊന്നും വരുന്ന വഴിയൊന്നുമല്ല ഇത്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് നമുക്ക് ഇവിടെ മതിയാക്കാം. വരും ദിവസങ്ങളിൽ ക്ലൈമറ്റ് ഒക്കെ കുറച്ചും കൂടി നല്ലതാകുമ്പോൾ നമുക്ക് മലയുടെ മുകളിലോട്ടൊക്കെ പോയിട്ട് ഒരു ദിവസം മൊത്തം ക്യാമ്പ് ചെയ്തിട്ട് വരത്തക്ക രീതിയിലാണ് പോകുന്നത്. അതിനാണല്ലോ നമ്മൾക്ക് ഈ വണ്ടി, അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ വണ്ടി എടുത്തത് തന്നെ. ടെന്റ് ക്യാമ്പിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ മഴയത്തൊക്കെ പോയ സീനാണ്. നമുക്ക് ടെന്റൊക്കെ നനഞ്ഞ് ഒലിക്കും. നാട്ടിലെ മഴയ്ക്കൊന്നും നിങ്ങൾ ഏതൊരു ടെന്റും, ഞാൻ പറയാമല്ലോ, ഏതൊരു ടെന്റും പിടിച്ചേക്കത്തില്ല നാട്ടിലെ മഴയ്ക്കൊന്നും. അത് കാരണം മഴയത്ത് നിങ്ങൾ ടെന്റ് അടിക്കാൻ വേണ്ടി പോകാതിരിക്കുക. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് മാറിയത്. ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കിടക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസം മൊത്തം അവിടെ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ കൂടാനും പറ്റും. മഴയുള്ള കാരണം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വാട്ടർ ക്യാനിലോട്ട് നമുക്ക് റീഫില്ല് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴും നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.